ഈ ബേസിക്കലി ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ? അതായത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ എടുക്കണ അതെങ്ങനെ സാധാരണ ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നില്ലല്ലോ ബേബി തുടങ്ങുന്ന സമയത്ത്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനൊന്നും അത്ര വളർന്നിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല, അത്ര ഫാൻ ഫോളോയിങ്ങും ഇല്ല. സാധാരണ ആൾക്കാർ ചൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഇൻസ്ട്രുമെന്റൽസ് ഇല്ലാത്ത മ്യൂസിക് റാപ്പ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് ഗിറ്റാർ മേടിച്ച് തരാനും അല്ലെങ്കിൽ മറ്റേ ചെണ്ട മേടിച്ച് തരാനൊക്കെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റാപ്പ് ചൂസ് ചെയ്യില്ല. ഓക്കെ, മനസ്സിലായി. അതായത് സാധാരണക്കാർ ചൂസ് ചെയ്യുന്ന സാധനമാണ് റാപ്പ്. സാധാരണക്കാർക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ് റാപ്പ്, എക്സ്പ്രഷനാണ്. നമുക്ക് വേറെ ഇൻസ്ട്രുമെന്റിലും പരിപാടിയൊന്നും പറ്റിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റണ പരിപാടി ചെയ്യാന്നുള്ള സാധനമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്നതൊന്നും ഇല്ലല്ലോ ഒരു ആർട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. നമുക്ക് കിട്ടണ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആർട്ട് എക്സ്പ്രസ് ചെയ്യാന്നിട്ടല്ലോ. ഈ മ്യൂസിക്കിനെ വെച്ചിട്ട് സിനിമ അത് എത്രമാത്രം എക്സ്പ്രസീവ്, അതിനുള്ള സാധ്യതകൾ? അത് എനിക്ക് സാധ്യതകൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എൻ്റെ ബൻഡാന എന്നൊരു ട്രാക്ക് ഞാൻ ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ട് ഞാനത് ഇറക്കി. ആ വീഡിയോ റഹ്മാൻക്ക് കാണാൻ ഇടയായി. അത് ഞാൻ നമ്മുടെ മാഹിർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ അത് ഡയറക്റ്റ് ചെയ്യിപ്പിച്ച്. അപ്പൊ അത് കണ്ടിട്ടാണ് റഹ്മാൻക്ക മാഹിറിനെ അസോസിയേറ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ക്രിയേറ്റീവ് എടുത്ത് പ്രൊഡക്റ്റിൽ കണ്ടിട്ട് റഹ്മാൻക്ക വിളിച്ചെന്നുള്ളതിൽ ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. എന്റെ കാര്യം ആലോചിച്ചിട്ട് വലിയ എത്തുമ്പോഴൊന്നും ഒന്നുമില്ല. ബെറ്റർ ആവുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി, വേറെ ഒന്നും. ഈ ഖാലിദ് റഹ്മാൻ, അതെ ഖാലിദ് റഹ്മാൻ സിനിമകളിലെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സീൻസിനെ തന്നെ അദ്ദേഹം വേറെ രീതിയിലായിരിക്കും ഇപ്പോൾ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, അനുരാഗ് കരിക്കുമ്പോഴത്തിലാണ് ആദ്യമായിട്ട് ഒരു നായികയുടെ പ്രേമം പൊളിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുന്നൊരു സീക്വൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു കല്യാണപ്പേരയിൽ അങ്ങനത്തെ ഒരു കല്യാണപ്പേരയിൽ നടക്കുന്ന ഇടികളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈ ഒക്ടൈൻ സീക്വൻസ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നൊക്കെയുള്ള ഐഡിയ ഖാലിദ് റഹ്മാൻ്റെയാണ്. ആ വിധത്തിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ പരിപാടി ആലപ്പുഴ ജിംഖാനയിൽ ഉണ്ടാവുമോ? ഖാലിദ് റഹ്മാന്റെ ഒരു സിഗ്നേച്ചർ പടത്തിലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പുള്ളിയുടെ ഫിലിമോഗ്രാഫി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പുള്ളി ഒരേപോലത്തെ സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. പുള്ളിക്ക് ഉറപ്പായിട്ടും പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു സിനിമ തന്നെയായിരിക്കും ആലപ്പുഴ ജിംഖാന. അത് പുള്ളിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ പടം സംഭവിച്ചത്. അത് തീർച്ചയായിട്ടും ഇത് ഖാലിദ് റഹ്മാൻസ് മൂവി എന്നുള്ളൊരു സിഗ്നേച്ചർ ഇതിലുണ്ട്. ഇപ്പം ജിംഷിയുടെ അതിനുള്ളൊരു എന്താ പറയുക ഈ ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പം തല്ലിമാലയ്ക്ക് വേണ്ടി നിങ്ങൾ റിഗ് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നു ആ തിയേറ്റർ ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നെ. അതൊക്കെ അത്രയും ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പടത്തിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന സമയം, അവർ കൊടുക്കുന്ന ക്രിയേറ്റിവിറ്റി, അത് ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. അവർക്ക് സിനിമയോടുള്ള പാഷൻ, ഇപ്പം ഏത് സിനിമ വേണമെങ്കിൽ അവർക്ക് അറ്റംപ്റ്റ് ചെയ്യും, ഏത് സ്റ്റാറിൻ്റെ അടുത്ത് വേണമെങ്കിൽ അവർ കഥ പറയാൻ ഓപ്പണാണ്. പക്ഷേ അവർ പിള്ളേരുടെ ഒരു സെറ്റ് കഥ പറയാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അവരുടെ ചോയ്സ് ഓഫ് ഫിലിം മേക്കിംഗ് അതൊക്കെ എങ്ങനെയാണ്? അല്ല, അവരെ വർക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കാണാൻ. അത് അവരിപ്പോൾ ബ്രദേഴ്സ് ആണെങ്കിലും അവർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അവരൊരു റാപ്പ് കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര സിംഗ് എന്ന് പറഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ ക്യാരക്ടേഴ്സ് ആണ്. എന്നാൽ അത് ബ്ലെൻഡ് ചെയ്ത് പോണത് കാണാൻ ഭയങ്കര രസമാണ്. ഈ സെറ്റിൽ അതാണ് ഒരു പ്രത്യേകത. കാണുമ്പോ തന്നെ അതൊരു സിനിമ കാണുന്ന പോലെയാണ് നമുക്ക്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അതെന്നാ ബ്ലെൻഡ് ചെയ്ത് അതൊരു ഫ്ലോയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭയങ്കര സെക്സിയാണ്. അത് സത്യം കുടുംബത്തിൽ തന്നെ 2-3 ആണുങ്ങള്, ഒരു 10-15 ആണുങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതിൽ ഓരോരുത്തർ ഓരോ വൈക്കാവും. പക്ഷെ ഒരു 4 ആൾക്കാർ, 3 ആൾക്കാർ, 2 ആൾക്കാരൊക്കെ ഒരേ പരിപാടിയിൽ വന്നിട്ട് ഒരു കമ്പനി റൺ ചെയ്യാണ് തന്നെ ഭയങ്കര വർക്കാ, ഭയങ്കര രസാ കാണാനായിട്ട്. അതായത് ബ്രദേഴ്സ് റൺ ചെയ്യുന്ന ഒരു കമ്പനി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാ. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് വേണേലും പറഞ്ഞിട്ട് പോവാ. ഐ മീൻ, അതായത് നാളെ ബാക്ക് ടു ബിസിനസ് ഉള്ള പരിപാടിയാണ്. സോ ആ ഒരു പരിപാടി കാണാൻ തന്നെ നമുക്ക് ഭയങ്കര നമ്മൾ കാണുമ്പോൾ തന്നെ ഓക്കെ കൊള്ളാം. നമുക്കിനി വിചാരിച്ചാലും പറ്റില്ല. കാരണം ഇനിയിപ്പോൾ വാപ്പാട് വേറെ കെട്ടാൻ പറയണം.
വേറെ പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ആകെ ജലസായിട്ടുള്ളത് ഇവരുടെ കാര്യത്തിൽ, ആ ഒരു കാര്യത്തിലാണ്. കാരണം ഭയങ്കര രസമാണ് ഇവർ ഒരു പണിയെടുക്കണ ഇവരറിഞ്ഞിട്ട് ഒരു എടുക്കുന്നൊരു കാര്യങ്ങളൊക്കെ. ആക്ച്വലി ലിവിങ് ഒരു സ്റ്റൈല് അതേ ആർട്ടാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ അല്ലേ. അതെ അവര് സിനിമ ചൂസ് ചെയ്യണതൊന്നും അങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാം അങ്ങനെ പെട്ടെന്നൊരു ചൂസിങ് ഒന്നല്ല. കുറെ ഇപ്പൊ തോന്നുന്നത് തല്ലുമല കഴിഞ്ഞിട്ട് 2 വർഷം. പക്ഷെ അതിന്റെ ഇടയിൽ എത്രയോ സിനിമ എന്നോട് തന്നെ പല സബ്ജക്റ്റും മാത്രമല്ല ഇപ്പൊ അവർക്ക് വലിയൊരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള സിനിമയൊക്കെ സാധ്യമാണ്. പക്ഷെ അവരുടെ എത്തിപ്പെടുന്നതാണ് ഒരു പരിപാടിയിലോട്ട്. എനിക്ക് തോന്നുന്നു ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചാണ്. ഇവനടുത്ത് പെട്ടെന്ന് കഥ പറച്ചിലും പെട്ടെന്നാണ് ജിംഖാനൊക്കെ മാറിയത്. അതിന്റെ മുന്നേ വേറെ പരിപാടിയായിരുന്നു ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ടപ്പേജ് ഷിഫ്റ്റ് ആയതാണ്. അവര് ഡെയിലി എന്തും പറയാറ്, അവർക്ക് എന്ന് പറഞ്ഞായിരിക്കില്ല നാളെ സിനിമനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഒരു എനർജി ഒക്കെ തന്നെയാണോ നിങ്ങൾക്കും ഈ സെറ്റിലും ഒക്കെ നിലനിൽക്കുന്നത്? ജിംഷിക കാരണം ജിംഷിക ഇപ്പൊ പിന്നെ അതല്ല അവിടെ ഈ പറഞ്ഞ പോലെ റഹ്മാൻക്ക് ആണെങ്കിലും ജിംഷിക്ക് ആണെങ്കിലും നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കൽ അങ്ങനത്തെ പരിപാടിയല്ല. ആദ്യത്തെ ഷോട്ട് വെക്കുമ്പോൾ തന്നെ തളർത്തിക്കളയും. അത് കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം എല്ലാവരും അത്രയും ക്രൗഡിന്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെ എങ്ങനെയായിരുന്നു? പക്ഷേ ഇവയുടെ ഫസ്റ്റത്തെ തളർത്തൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റത്തെ തളർത്തലോ എന്നോട് റഹ്മാൻക്ക് ആദ്യത്തെ ദിവസം അടുത്ത് വന്ന് പറഞ്ഞു, പിന്നെ മുതൽ ബൈക്കിലായിരുന്നു. എന്തോ ഒരു സാധനം ഏതോ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ റഹ്മാൻക്ക് വന്നിട്ടുണ്ട്, ഡ്രാമ കെട്ടി നീ സാധാരണ പറയണ പോലെ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഫുൾ മൈക്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും മുമ്പിൽ വെച്ച് അതെ. പിന്നെ അതിനോട് നമ്മൾ കംഫർട്ട് ആവും. പിന്നെ നമുക്ക് ഒരു ഇൻഹിബിഷൻസും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ലാത്ത ഈഗോ ആ സെറ്റിൽ വരില്ല ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ബിക്കോസ് ഈ ഒരു രീതിയിലാണ് അത് മനുഷ്യൻ എന്താന്നുള്ളത് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ ബോക്സിംഗ് പടമാണ് ചെയ്യാൻ പോണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബോക്സിംഗ് പടം കണ്ടേക്കാം, അങ്ങനെ ബോക്സിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കാം, അങ്ങനത്തെ ഒക്കെ മൈൻഡ് ഉണ്ടായിരുന്നോ? അല്ല, ബോക്സിംഗ് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ കോച്ച് പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് മോട്ടീവ്. അപ്പോൾ കൃത്യമായ ക്ലാസ്സുകൾക്ക് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്ലാസ് കട്ട് ചെയ്യാതിരിക്കുക, ഡയറ്റ് പിടിക്കുക. അങ്ങനെയുള്ളൊരു ചിന്തയിൽ തന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാര്യം ഇത് തന്നെ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഈ കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ച് 1-2 ദിവസത്തെ ആദ്യത്തെ ഷുഗർ കട്ട് നാളുകൾ എങ്ങനെയുണ്ടായിരുന്നു? 1-2 ദിവസമൊന്നും അല്ല, നമ്മള് ആദ്യത്തെ ദിവസം ആലോചിക്കില്ല, ഭയങ്കര പാടാണ്. പക്ഷെ അങ്ങനെ നമ്മള് ആദ്യമേ ഓക്കെ ഇന്നോട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു, അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ഗ്രാജുവലി ഒന്ന് നമ്മളൊന്ന് ഇതാക്കി. കാരണം നമ്മുടെ കോച്ച് തന്നെ, ഇപ്പൊ ഞങ്ങളുടെ ജോഫിൽ കോച്ച് തന്നെ നമ്മുടെ ബോക്സിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് പഴംപൊരിയും ബീഫും കഴിക്കാൻ പോകുന്നവരെ കൊണ്ടുപോകും. സിക്സ് പാക്ക് എന്നൊക്കെ പറയുമ്പോ പുള്ളി കുഴപ്പമില്ല കഴിക്കാന്ന് പറഞ്ഞിട്ട്, കാര്യം ആ കഴിക്കുന്ന പഴംപൊരി പിറ്റേ ദിവസം കോച്ച് വന്നിട്ട് പഴംപൊരി നിർത്തി നമുക്ക് തന്നെ മതിയാവും. അങ്ങനെ ഗ്രാജുവലി നമ്മളെ കൊണ്ട് തന്നെ വേണ്ടാന്ന് കാര്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക് എക്സ്ട്രാ പണി. അതാണ് മെയിൻലി. പിന്നെ നമുക്ക് വീഡിയോസ് കാണിച്ചു തരും, ഇതേപോലെ അമച്വർ ബോക്സിങ്ങിന്റെ വീഡിയോസ് കാണിച്ചു തരും. എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റൈൽ, എങ്ങനെയാണ് അവരെങ്ങനെയാണ് അതിന്റെ ഒരു മാനറിസംസ് കാര്യങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കൂടുതൽ ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ ഇത് കണ്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കോച്ച് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ നോക്കാം. കോച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആള് കൂടെ ചെയ്യും. സാധാരണ ഞാൻ ഇത്രയും പേര് ട്രെയിൻ ചെയ്യുമ്പോൾ ഇപ്പം എല്ലാത്തിലും ഒരു കോച്ച് അവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുത്ത് ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ കൂടെ ഇപ്പൊ ഒരു 10 പുഷപ്പ് ആണെങ്കിൽ 100 പുഷപ്പ് ആണെങ്കിൽ അത് 100 പുഷപ്പ് ഞങ്ങൾ നമ്മുടെ ഒപ്പം ചെയ്യും. അപ്പൊ നമുക്കൊരു പോയിന്റിൽ നിർത്താനും പറ്റൂല. അവിടെ ഒരാൾ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ആള് ഇത്രയും വയസ്സുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? കോച്ചിനെ പൊക്കി പൊക്കി അല്ല, വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 5 വയസ്സ് കൂടുതൽ. ഞാൻ കോച്ചൊക്കെ സ്ട്രെങ്ത് നോക്കണേ. അല്ല, സ്വയം ആദ്യമായിട്ട് അത്രയും ബോഡി ബൾക്ക് ചെയ്തിട്ട് കണ്ടപ്പോ അത് എന്ന് കാണുമ്പോഴും ഭയങ്കര രാവിലെ എണീറ്റ് നേരെ കണ്ണാടിക്ക് മുന്നിൽ കണ്ണാടി നോക്കുന്ന ഒരു ശീലം കൂടി ഈ പടത്തിന്റെ ട്രെയിനിങ് സമയത്തും. അല്ലെങ്കിൽ ഈ പടത്തില് മെയിൻലി നമ്മളുടെ തന്നെ ഒരു
അഴക് ആസ്വദിക്കുക. അത് നമുക്ക് നമ്മുടെ അല്ല, കോൺഫിഡൻസ് ലെവല് നമുക്കും കൂടും. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോ അത്യാവശ്യം നല്ല ബോഡി അറ്റൈൻ ചെയ്തു എന്ന് പറയുമ്പോ. ഗായത്രി പറഞ്ഞിരുന്നു നിന്റെ 6 പാക്ക് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമ്മുടെ പാക്ക് ഒന്നും നിന്റെ 6 പാക്ക് വെച്ചൊരു ഫോട്ടോ ആണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. ഇല്ല. ഫസ്റ്റ് ലുക്ക് ഞാൻ കാണുന്നത് അതിന്റെ തലേ ദിവസമാണ് കിട്ടുമ്പോ. ഓക്കെ, അത് നേരത്തെ പ്ലാൻ അവരുടെ കയ്യിൽ തന്നെയല്ലേ മെയിൻ പരിപാടികളൊക്കെ അറിയിക്കേണ്ടത് അറിയിക്കുള്ളൂ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്കും ആയിരുന്നില്ല, അത് മറ്റേ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളെ ഏറ്റവും അടിപൊളി ഫിസിക്കലി കണ്ടത് ഈ പടത്തിൽ ജോയിൻ ചെയ്തിട്ടല്ലേ? അതെ, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഉറപ്പായിട്ടും എല്ലാവരും അങ്ങനെ ആയിരിക്കും. കാർത്തിക് സ്വന്തമായിട്ട് പ്രോട്ടീൻ ഷേക്കുകൾ ഉണ്ടാക്കി ഒരുപാട് യാത്ര ചെയ്തു. കോളേജായിരുന്നു എന്നെ ഇതിൽ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. നാട്ടിലാണ് കോളേജ്, കൊച്ചിയിലാണ് ട്രെയിനിങ്. നാട്ടിൽ പോവുക, ഉച്ചവരെ കോളേജ് അറ്റൻഡ് ചെയ്യുക, ഉച്ച കഴിഞ്ഞ് സാറിനെ കൺവിൻസ് ചെയ്ത് അവിടുന്ന് കട്ട് ചെയ്ത് അറ്റൻഡൻസും വേണമല്ലോ, എക്സാം എഴുതണമല്ലോ. അവിടെ ഒരു കൺവിൻസിങ് സ്റ്റാർ. അതെ, അവിടെ ഓരോ ദിവസം ഓരോ ലെറ്റർ എഴുതി സ്റ്റാഫ് റൂമിൽ തന്നെ എൻ്റെ ലെറ്റർ അടിക്കി വെച്ച്. എന്തൊക്കെ കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്? അല്ല, സിനിമയാന്ന് അറിയാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്കും അറിയില്ലല്ലോ ഇത്രയും വലിയ ഇങ്ങനെ പറഞ്ഞ് കുറെ കൺവിൻസ് ചെയ്യണമല്ലോ. അങ്ങനെ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ എഴുതി കൊടുത്തു. അങ്ങനെ കൊച്ചിക്ക് വരും, രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരും, പിന്നെ രാവിലെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. എല്ലാ ദിവസവും ഫ്രഷ്നെസ് ആയിരുന്നു. ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. എന്തായാലും സിനിമ ഏപ്രിൽ 10 റിലീസാവുന്നു. എന്താ പറയുക, എമ്പുരാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. അതിനുശേഷം ആളുകൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന അതേ ഒരേ പ്രൊജക്റ്റ് തന്നെയാണ് ആലപ്പുഴ ജിംഖാനയും. ഈ യൂത്തിൻ്റെ ഒരു എന്താ പറയുക എനർജി അത് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. സിനിമയിൽ മൊത്തത്തിലൊരു പിള്ളേരുടെ ഫണ്ണുണ്ട്, അത് നമുക്ക് കിട്ടട്ടെ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.